രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ രാവിലത്തെ അടുക്കളയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ബസ്സൊക്കെ കയറി ഓടായിക്കൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ബസ്സൊക്കെ കയറി ചന്തക്കുന്ന് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവൾ വന്നു. അപ്പോൾ ഞാനും അവളും കൂടിയിട്ട് സ്കൂട്ടിമേൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി. ഞങ്ങൾ നേരെ കയറിയത് അടുക്കളയിലാട്ടോ. കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് നല്ല ബിരിയാണിയൊക്കെ കൂട്ടി കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ എണീക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ലച്ചുമോക്ക് LKG കുട്ടികളെ ഉപജില്ലേൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വീട്ടിലെ ചോറും കറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ട് അരിയിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലച്ചുമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ നിന്നൊരു സൈഡിൽ നിന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സിലാണ് പോണത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഓടായിക്കലെത്തിയപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് ഞങ്ങൾ ചന്തക്കുന്ന് സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആൾക്കാർ എത്തിയിട്ടുണ്ട്. 2-3 വേദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേജിലാണ് ലച്ചുമോളെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പരിപാടി ഒരു 9-9:30 ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത് ഒപ്പനയാണ്. അപ്പോൾ കുറച്ച് ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്ത് നിന്നിട്ടോ. അപ്പോൾ ഈ മക്കളൊക്കെ കളിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് ഒപ്പനയൊക്കെ. അപ്പോൾ ഈ ഒപ്പന ഫുള്ള് കഴിഞ്ഞിട്ട് വേണം ലച്ചുമോളൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. ഒപ്പനൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അല്ലേ. മക്കളെ എന്ത് ഉഷാറായിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ ഒപ്പനൊക്കെ ഏകദേശം ആയപ്പോൾ ഞങ്ങൾ മക്കളെയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ ഒരുക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. സ്റ്റേജിന്മേക്ക് നോക്കിയിട്ട് കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾ നല്ല ഉഷാറായിട്ട് കളിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഉപജില്ലേൻ്റെ പരിപാടിക്കൊക്കെ മക്കൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഫോക്ക് ഡാൻസിന് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കളറിങ്, അതേപോലെ തന്നെ കഥ പറയാൻ, അങ്ങനെ ഓരോ ഐറ്റംസിന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുമോൾ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേദിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ പരിപാടിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ്റെ പാട്ട് വെച്ചിട്ടൊരു കൈക്കൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് മക്കൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നെഞ്ചിലൊരു പടപടപ്പ് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇപ്പോൾ ഇത് കളിച്ചിട്ട് പോകണമല്ലോ എന്നുള്ള രീതിയിലായിട്ടോ. അപ്പോൾ എന്തായാലും മക്കൾ നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ട്. അവർക്കൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം അവർ ചെറിയ മക്കളല്ലേ. അപ്പോൾ അവർ നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിട്ടോ. നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ പച്ചക്കറി തോട്ടത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികൾ പറിച്ചെടുക്കാനുണ്ട്. വഴുതനങ്ങ, പച്ചമുളക്,
അങ്ങനെ കുറച്ച് ഐറ്റംസ് പറിച്ചെടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു വാഴേൻ്റെ കൊല നന്നോണം മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വെട്ടിയെടുക്കണം. അപ്പോൾ അതൊക്കെ ഇതാ വെട്ടിയെടുത്തിട്ടുണ്ട്. പകുതി പക്ഷികളൊക്കെ തിന്ന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വഴുതനങ്ങ പറിച്ചെടുത്തു, സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഇടാലോ എന്ന് പറഞ്ഞിട്ട്. വഴുതനങ്ങയും പച്ചമുളകൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ പുതിയ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ വന്നാൽ ഒരുപാട് ആൾക്കാർ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അധികം ആൾക്കാർ വാഴക്കൃഷിയാണ് കേട്ടോ ഈ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ പുതുതായിട്ട് ചാനലൊക്കെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.